കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലും വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ അടക്കം നിർബന്ധമാക്കിയിട്ടുണ്ട്. 2016 ശേഷം 5000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പെയ്യുന്നത് അതിശക്തമായ മഴ. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ പെരുമഴയത്തും വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി എല്ലാവിധ മുൻകരുതലുകളും എടുക്കുകയാണ് സർക്കാരും. സ്കൂളുകളിൽ ഒരുക്കങ്ങളെല്ലാം സജ്ജമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ജൂൺ മാസം 2-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 2-ാം തീയതി തന്നെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം കഴിഞ്ഞ് ഉച്ചവരെ ഉണ്ടാകും. ഉച്ചശേഷം എല്ലാ സ്കൂളിലെയും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ ഏതാണ്ട് സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞു, യൂണിഫോം എത്തിക്കഴിഞ്ഞു. അത് മഴ കാരണം കുറച്ചൊരു മൂവ്മെൻറ്റിനൊരു തടസ്സം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാലവർഷക്കാലത്ത് അപകടങ്ങൾ മുന്നിൽ കണ്ട് എല്ലാ വർഷത്തെയും പോലെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഉറപ്പാക്കും. സ്കൂൾ ബസ്സുകൾക്കും ഫിറ്റ്നസ് നിർബന്ധം. സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ വെരിഫിക്കേഷൻ എന്നിവയും ഉറപ്പാക്കും. അതല്ല, സ്കൂൾ ബസ്സിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്കൂളിൻ്റെ ഫിറ്റ്നസ് വേണം, ഡ്രൈവർമാരുടെ മെഡിക്കൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അക്കാര്യങ്ങളെല്ലാം നമ്മൾ ഏതാണ്ട് 100ഓളം വരുന്ന കാര്യങ്ങൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സ്കൂളിൽ നിന്ന് ടിക്ക് ചെയ്ത് DOമാർ AIOമാർ മുഖാന്തരം വാങ്ങുകയാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലെന്ന് സംബന്ധിച്ചോളം ചില കുറവുകളൊക്കെ ചിലപ്പോൾ ഗ്രാമപ്രദേശത്തൊക്കെ ഉണ്ടായെന്ന് വരും. ഏത് സാഹചര്യത്തിലും ജൂൺ മാസം 2-ാം തീയതി പോലും സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ ഗവൺമെൻറ് നിറവേറ്റിയിരിക്കുന്നു. ജൂൺ 2-ന് സ്കൂൾ തുറക്കുമ്പോൾ 44 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയാണ് പുതുതായി പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷത്തിലധികം അധ്യാപകരും ഉണ്ടാകും. പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് സാമൂഹിക വിഷയങ്ങളും വ്യക്തിത്വ വികസനത്തിനുള്ള വഴികളും ഉൾപ്പെടുത്തി ക്ലാസുകൾ നൽകാനും ഈ അധ്യയന വർഷം മുതൽ തീരുമാനമുണ്ട്. 24 തിരുവനന്തപുരം.